ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്സാണ്. ഇതിൽ 10th മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് റാങ്ക് ഫയലാണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റാങ്ക് ഫയൽ. ഇത് ലക്ഷ്യേൻ്റെ റാങ്ക് ഫയലാണ്, ഡിഗ്രി ലെവലാണ്. അതിനകത്ത് എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടൻസ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു റാങ്ക് ഫയലാണ്. ഞാൻ ആകെ റാങ്ക് ഫയലായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് 4 വോളിയം ഉണ്ട്. വേറെ ഒരു പബ്ലിക്കേഷൻസിൻ്റെ റാങ്ക് ഫയലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് പറയാം, ഇത് വളരെ നല്ലൊരു റാങ്ക് ഫയലാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റാങ്ക് ഫയലാണ്. ശരിക്കും റെക്കമെൻഡബിൾ തന്നെയാണ്. കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ വേറെ പബ്ലിക്കേഷൻസിൻ്റെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നല്ലൊരു റാങ്ക് ഫയലാണ്. നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന പോലെ തന്നെയാണ്. ലോസ് ഒക്കെ ആണെങ്കിലും അവർ ആ ലോസിലും ശരിക്കുമുള്ള ലോസിലെ സെയിം കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേർഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ എക്സാംസിന് നമുക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു റാങ്ക് ഫയലാണ്. ഇപ്പോൾ 10th ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി വേറൊരു റാങ്ക് ഫയൽ വാങ്ങുന്നില്ല. ഡിഗ്രി 10th ലെവൽ എക്സാംസ് ആകുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ എല്ലാ ടോപ്പിക്സും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ആ ടോപ്പിക്സ് ഇല്ലാതെ ഏതാനും ടോപ്പിക്സ് ഞാൻ ഇതിനകത്ത് നോക്കി തന്നെയാണ് പഠിക്കുന്നത്. അതിന് 10th ലെവലിന് വേറൊരു റാങ്ക് ഫയൽ, +2 ലെവലിന് വേറൊരു റാങ്ക് ഫയൽ, ഡിഗ്രിക്ക് വേറെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ആകെ ഈ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് PDF നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ടെലിഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്ന സോഴ്സിൽ നിന്ന് എഴുതിയെടുക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ അങ്ങനെയാണ് ചെയ്യുന്നത്. റാങ്ക് ഫയൽ ഈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതും ലക്ഷ്യയുടെ തന്നെയാണ്. ലക്ഷ്യയുടെ റീഫോക്കസ് ആണ്. ഇതിനകത്ത് +1 +2 കണ്ടൻസ് ആണ്, ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ബ്രീഫായിട്ടാണ് ഉള്ളത്. എല്ലാ ചാപ്റ്റേഴ്സും ഇല്ല, നമുക്ക് വേണ്ടുന്ന ചാപ്റ്റേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ +1 +2 ചാപ്റ്റേഴ്സ് വായിക്കണം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവിഷൻ പോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ ബുക്സിലുള്ളത്. വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ്. നമുക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബുക്ക് ഈ ഒരു ബുക്കാണ്. ഇത് റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ SCRT ചാപ്റ്റേഴ്സാണ്. 10th വരെയുള്ള SCRT ചാപ്റ്റേഴ്സിൻ്റെ ഒരു ബുക്കാണിത്. വളരെ നല്ലൊരു ബുക്കാണ്. നല്ല രീതിയിലാണ് ഇതിനകത്ത് പോയിന്റ്സ് ആയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സും കൊടുത്തിരിക്കുന്നത്. നമ്മൾ SCRT ചാപ്റ്റേഴ്സ് വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, ആക്ടിവിറ്റീസ് അത് ചെയ്യുക. അപ്പോൾ നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിച്ച് വായിക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഒരു പ്രാവശ്യം NCERT ചാപ്റ്റേഴ്സ് വായിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ബുക്ക് യൂസ് ചെയ്താൽ മതി. എല്ലാ പോയിന്റ്സും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് ഈ ബുക്കിൽ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം SCRT ചാപ്റ്റർ വായിച്ചിട്ട് ഇതിനകത്ത് ഇല്ലാത്ത പോയിന്റ്സ് സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് സ്റ്റിക്കി നോട്ടിൽ ഇതേപോലെ എഴുതി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലാത്ത പോയിന്റ്സ് മാത്രം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുമ്മാ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഇങ്ങനെ ഇല്ലാത്ത പോയിന്റ്സ് മാത്രം ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭമാണ്. കാരണം നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സബ്ജക്ട്സും ഉണ്ട് കേട്ടോ. ഇത് കണ്ടു, ഇങ്ങനെ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ട് എഴുതുന്നത് പോലെ തന്നെയാണ്. അപ്പം നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇല്ലാത്ത പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബുക്കിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് വന്നൊരു ബുക്കാണിത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്സ് അതിനകത്ത് നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്, എല്ലാം ഇല്ല. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബുക്ക് ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഈ ഒരു ബുക്കാണ്. ഇത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതിനകത്ത് കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അല്ലാതെ ടോപ്പിക് വൈസ് എക്സ്പ്ലനേഷൻ ഇല്ല. ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. വളരെ നല്ലൊരു ബുക്കാണ്. കാരണം ഇംഗ്ലീഷിനൊക്കെ ഒരുപാട്
ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഏത് ലെവൽ എക്സാം ആണെങ്കിലും 10th ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ബുക്കാണ്. ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഒരു ബുക്കും അവർക്കുണ്ട്. പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ടില്ല. മലയാളം ഞാൻ ആക്ച്വലി എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ടെലിഗ്രാംസിലെ ക്ലാസ് വോയിസ് ക്ലാസ് കേൾക്കുകയാണ് ചെയ്യാറ്. പിന്നെയുള്ള ബുക്ക് ഗയ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ്. +2ൻ്റെ ബുക്കാണ്. ഇത് NCERT ചാപ്റ്റേഴ്സ്. ഇത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ബുക്സാണ്. എല്ലാത്തിലും ഇല്ല. ഇത് +1ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ 4 ബുക്സ് ഒരുമിച്ച് മേടിക്കുന്ന ഇതാണ്. 4 ബുക്ക് ഒരുമിച്ച് മേടിച്ചതാണ്. ഇത് +1ൻ്റെ ജോഗ്രഫി, പിന്നെ +2ൻ്റെ ഹിസ്റ്ററിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിൻ്റെ +2ൻ്റെ ബുക്കും ഉണ്ട്. ഇതാ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള സെയിം തന്നെയാണ്. നല്ലൊരു ബുക്കാണ്. നമുക്കിത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. ചിലപ്പോൾ NCERT നമ്മൾ പഠിച്ചതാണെങ്കിലും വായിക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരത്തില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്. ഇതും ലക്ഷ്യാൻ്റെ തന്നെയാണ്. PSC മാജിക് മാത്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഇത് അത്ര യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റാങ്ക് ഫയൽ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് മതിയായിരിക്കും. വെറുതെ ഈ ഒരു ബുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മേടിക്കാം. അല്ലെങ്കിൽ റാങ്ക് ഫയൽ തന്നെ മതിയായിരിക്കും. ഞാൻ കൂടുതലും മാത്സ് ജെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കാറ്. അപ്പം അധികം ബുക്സ് യൂസ് ചെയ്യാറില്ല. അതിനകത്ത് നിന്ന് കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം മാത്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം നോട്ട്സാണ് യൂസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് എഴുതിയെടുത്ത നോട്ട്സാണ് യൂസ് ചെയ്യുന്നത്. വേറെ ബുക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം തോന്നുമ്പോൾ മാത്രമേ ഈ ബുക്സ് ഉപയോഗിക്കുകയുള്ളൂ. നമുക്ക് റാങ്ക് ഫയലും അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. അപ്പം ഇത്രയും ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കി ഇല്ലാത്തതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നോട്ട്സ് എഴുതിയെടുത്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ PDF പ്രിൻ്റ് എടുക്കുകയാണ്. PDF നോട്ട്സിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഒരുപാട് ബുക്സ് ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. ലിമിറ്റഡ് ബുക്സ് വെച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.